अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം സംസരസ്വതേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംബൂഫലധരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. അമ്പത്തൊന്നക്ഷരാളി കലിതതനുള്ള ദേവേദമാകുന്ന ശാഖി കൊമ്പത്തമ്പോട് പൂക്കും കുസുമതയിലേന്നുന്ന പുന്ത്യൻ കുഴമ്പേ ചെമ്പൽത്താർ വാണടമ്പ പ്രശ്നസുഹൃതോപാത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ കഴലമലയാദീശ്വരി വിശ്വനാഥേ വാണി ദേവി സുനീല വേണുസുഭഗേ വിണാരവങ്കൈതൊഴം വാണി വൈഭവമോഹിനീത്രകഥാം നാഥേ വിരിഞ്ചപ്രിയേ വാണി ദോഷമശേഷമാശു കളവാനെന്നാവിലാത്താധാരം വാണിയിടേണം അതിനു നിന്നടിയ ഞാൻ വീഴുന്നു മൂകാംബികേ. ആദൗ പാണ്ഡവധാർത്തരാഷ്ട്രജനനം ലക്ഷാഗൃഹേദാഹനം ദ്യൂതം ശ്രീഹരണം വനോഭിഹരണം മത്സ്യാലയേ വർത്തനം ലീലാഗോഗ്രഹണം രണേ വിഹരണം സന്ധിക്രിയാചൃംബണം പശ്ചാത് ഭീഷ്മസുയോധനാധിനരം ഏതൻ മഹാഭാരതം. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ മഹാഭാരതത്തിലെ രാജമന്ദിരപ്രാപ്തി, ശകുന്തളയുടെ രാജമന്ദിരപ്രാപ്തി എന്നുള്ള ഭാഗമാണ് ഇപ്പോൾ വിവരിക്കേണ്ടത്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് വിവരിക്കേണ്ടത്. നേരത്തെ നമ്മളിതെല്ലാം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. ശകുന്തള ദുഷ്യന്തനും തമ്മിലുള്ള വിവാഹവും അതിൽ പുത്രനുണ്ടായതും ഒക്കെ നേരത്തെ വായിച്ചു കഴിഞ്ഞു. കണ്വാശ്രമത്തിലെ ശകുന്തള ദുഷ്യന്തനെ വിവാഹം ചെയ്തതും അതിനുശേഷം അദ്ദേഹം തിരിച്ചെപ്പോഴും വരുവാനും തൻ്റെ രാജധാനിക്കൽ വരുവാനും ഒക്കെ പറഞ്ഞതും ഒക്കെ ഇത് കണ്ടു. എൻ്റെ ശകുന്തള ഇതിന് ഭർത്താവിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് മകൻ വളരുന്നതും ഇരിക്കുകയായിരുന്നു. മകന് പ്രായമായി, അച്ഛൻ്റെ അടുത്തേക്ക് പോകണം. അത് പ്രകാരം പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ണ മഹർഷി ശിഷ്യന്മാരോട് കൂടി അങ്ങോട്ട് അയക്കുന്ന ഭാഗമാണ് ഇവിടെ പറയുന്നത്. സുന്ദരി ശകുന്തള നന്ദനോടും കൂടി മന്ദാക്ഷഭാവത്തോടും മന്ദം പോയി ചെല്ലും നേരം നന്ദിച്ചുകുമാരനെ കണ്ടവരെല്ലാവരും എന്തുവോ പുനരീന്ദ്രനോ ഇന്ദ്രനോ ഗന്ധർപ്പനോ സ്കന്ദനോ മുകുന്ദനോ ചന്ദ്രചൂടനോ ചൊൽവിനെല്ലാം ഓരോ ജനം കണ്ടാനന്ദിക്കും നേരം ദുർജനബാഹുലമാം നഗരപ്രവേശനം ഇജ്ജനത്തിന് യോഗ്യമല്ലെന്ന് നിരൂപിച്ചു നിവർത്തിച്ചു മുനിവർഗവും ശിഷ്യர்களுം എന്ന് പറഞ്ഞു. അതായത് ശകുന്തള മകനോടുകൂടി രാജധാനിയിലേക്ക് ആ കുമാരനെ കണ്ടപ്പോൾ എല്ലാവരും വളരെ അത്ഭുതപ്പെട്ടു. കാരണം ഇവനാ ഇന്ദ്രനാണോ ചന്ദ്രനാണോ എന്താണ് ആരാണെന്നുള്ള സംശയം. മുകുന്ദനാണോ ചന്ദ്രചൂടനോ ഇങ്ങനെയൊക്കെ അത്രയും സുന്ദരനായ ഒരു രാജകുമാരനായിരുന്നു ആ പുത്രൻ. അതുപോലെ സുന്ദരിയായ ശകുന്തളയെയും കണ്ടു. അവരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. പോയ ഉടനെ രാജാവിനെ കണ്ട ഉടനെ രാജാഗൃഹത്തിൽ വളരെ പ്രയാസപ്പെട്ടാണ് പ്രവേശനം ലഭിച്ചത്. അച്ഛൻ്റെ പാതാരവിന്ദങ്ങൾ നമസ്കരിച്ചു.
എന്നും അമ്മ പറഞ്ഞു. അതുപ്രകാരം മകൻ അച്ഛനെ നമസ്കരിച്ചു നിൽക്കുകയാണ്. പക്ഷേ രാജാവ് ഇത് അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല. ഇവരെ രണ്ടുപേരെയും അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല. അതൊരു പരീക്ഷയായിരുന്നു. കാരണം ആരാണ് ഇത് ലോകം അംഗീകരിക്കണമല്ലോ. രാമായണത്തിൽ നമ്മൾ കാണാം, ശ്രീരാമനും രാവണ യുദ്ധം കഴിഞ്ഞു, സീതയെ മോചിപ്പിച്ചു. പക്ഷേ അത് ലോകത്തെ ബോധ്യപ്പെടുത്തണം, സീത പരിശുദ്ധയാണ് എന്നുള്ളത്. അതുപോലെയാണ് അഗ്നിശുദ്ധി ചെയ്തത്. ലോകത്തിൽ ഇത് ശകുന്തളയെ പറ്റിയും മകനെ പറ്റിയും മറ്റാരും എന്താ പറയാതിരിക്കാൻ വേണ്ടിയാണ് രാജാവ് അപ്രകാരം അറിഞ്ഞ ഭാവം നടിച്ചില്ല. ഇത് ഭഗവാൻ തന്നെ എന്തെങ്കിലും വഴി കാണിച്ചു തരട്ടെ എന്നുള്ള ഒരു ചിന്തയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കണ്ടിട്ടറിയുന്ന അദ്ദേഹം ചോദിച്ചു, പുത്രനോടും കൂടിയും വന്ന അല്ലയോ താമസി, നിന്റെ ആഗ്രഹം എന്തെന്ന് പറഞ്ഞാൽ അത് നിറവേറ്റുന്നതായിരിക്കും എന്നാണ് പറഞ്ഞു കൊടുത്തത്. ദുഷ്യന്തൻ്റെ രാജാവിൻ്റെ വാക്കുകളെ ശകുന്തളയെ വളരെ വേദനയുണ്ടാക്കി. മഹാരാജാവേ, അങ്ങനെ അറിയുന്നില്ല, ഞാൻ ശകുന്തളയാണ്. കണ്ണമുനിയുടെ ആശ്രമത്തിൽ വെച്ച് നമ്മൾ കണ്ടു, ഇടപഴകിയത് ഓർമ്മയില്ലേ? വിവാഹം ചെയ്ത ഓർമ്മയില്ലേ? നമ്മുടെ പുത്രനെ യുവരാജാക്കാമെന്ന് അങ്ങ് സത്യം ചെയ്തതല്ലേ? ഇവൻ അങ്ങേക്ക് എന്നിലുണ്ടായ പുത്രനാണ്. സത്യം പാലിച്ച് ഇവനെ യുവരാജാവാക്കണം എന്നാണ് പറഞ്ഞത്. ദുഷ്യന്തൻ അത്ഭുതം പോലെ നടിച്ചതുപോലെ കേട്ടതുപോലെയാണ് നിന്നത്. നീ എന്താണ് പറയുന്നത്? എന്നെ കണ്ടതായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്ന് അങ്ങനെ അവർ പറഞ്ഞു. നീ ഏതോ ദുഷ്ടതാമസിയാണ്. രാജസദസ്സിൽ ഇപ്രകാരം കളവ് പറയാതെ തിരിച്ചു പോവുക എന്ന് പറഞ്ഞു. ഈ രാജാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശകുന്തള വളരെ പ്രയാസപ്പെട്ട് നിന്നുപോയി. ഇങ്ങനെ ഒരു വിഗ്രഹം പോലെ നിന്നുപോയി എന്നാണ് പറയുന്നത്. അഭിമാനവും കോപവും ഒക്കെ വന്നു. ക്ഷണനേരത്തിലുള്ള അവളുടെ കണ്ണുകൾ രക്തവർണ്ണങ്ങളായിട്ട് ദുഷ്യന്തനെ ദഹിപ്പിക്കത്തക്കവണ്ണമാണ് തീപ്പൊരി ചേർന്ന അവളുടെ നോട്ടം. കുറച്ചു സമയം അങ്ങനെ നിന്ന് പിന്നീട് അവൾ തേജസ് അവൾ തന്നെ അടക്കി, കോപം അടക്കി. അവൾ ദുഷ്യന്തൻ, അല്ലയോ രാജശ്രേഷ്ഠ, അങ്ങ് എന്നോട് അങ്ങ് ഇങ്ങനെ പറയുന്നത് എന്താണ്? ആത്മവഞ്ചന കുടുംബാവമാണ്. അതിനേക്കാൾ കൂടുതലായി മറ്റു പാവങ്ങളില്ല. നീ വെറും ഒരു പ്രാകൃത മനുഷ്യനെ പോലെ സംസാരിക്കുന്നു. സത്യത്തെ ലംഘിക്കുന്നവരുടെ ശിരസ് പൊട്ടിത്തെറിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജാവ് സ്വയം വന്നു കയറിയവളെ പോലെ നീ എന്നെ നിന്ദിക്കുന്നു. ഞാൻ നിന്റെ പത്നിയാണ് എന്നൊക്കെ പറഞ്ഞു. ശകുന്തള പറഞ്ഞു, ഞാൻ പതിവ്രതയാണ്. ഇവൻ നിന്റെ പുത്രനാണ്. പുത്രനെ കൊണ്ടാണ് ഒരുവൻ ശാശ്വതമായ ഫലവും സമാധാനവും. കാരണം പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ. മേനകയായ എൻ്റെ അപ്സരസായ മേനകയാണ് എൻ്റെ മാതാവ്. രാജർഷിയ വിശ്വാമിത്രനാണ് എൻ്റെ പിതാവ്. ഇതൊക്കെ പറഞ്ഞു. അവർ എന്നെ ഉപേക്ഷിച്ചു. അങ്ങും എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാം. എന്നാൽ അങ്ങയുടെ പുത്രനായി ഈ ബാലനെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ശകുന്തളയുടെ വാക്കുകൾ കേട്ടപ്പോൾ ദുഷ്യന്തന് ഈർഷയാണുണ്ടായി. അദ്ദേഹം നിശ്ചിതമായ വാക്കുകളോടെ പറഞ്ഞു, സ്ത്രീകൾക്ക് ധാർഷ്ട്യമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, എന്നാൽ ഇപ്പോൾ നേരിൽ കണ്ടിരിക്കുന്നു. നീ കുരുടയായ നീ കുലീന എന്ന് പറയുന്നു. സ്ത്രീകൾ അസത്യം പറയും, ആരാണ് ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞു ഇതാക്കി. ഇത്രയും കാലം കൊണ്ട് ഒരു ബാലൻ എങ്ങനെയാണ് ഇത്രത്തോളം പൊണ്ണത്തടിയനാകുന്നത് എന്നൊക്കെ പറഞ്ഞു. നിന്റെ ഉദ്ഭവം തന്നെ ഹീനമായ വിധത്തിലാണ്. നിന്റെ വാക്കും പ്രവൃത്തിയും അതിന് ചേർന്ന വിധത്തിൽ തന്നെ നിനക്കും വേണമെങ്കിൽ സ്വർണ്ണാഭരണങ്ങളോ വസ്ത്രങ്ങളോ തരാം. അത് വാങ്ങി ഇവിടെ സ്ഥലം വിട്ടുകൊള്ളുക. ഇതുപോലെ ഒരു പുറത്താക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ മേനകയും മറുപടി പറഞ്ഞു, നിന്നേക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ് രാജാവേ. ഭൂമിയിൽ മാത്രം കഴിച്ചു കൂട്ടാനുള്ള കഴിവേ നിനക്കുള്ളൂ. എനിക്ക് ഭൂമിയിലും ആകാശത്തിലും സഞ്ചരിക്കാൻ കഴിയും. ഇതൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാക്കുതർക്കങ്ങളായി. ഒടുവിൽ തിരിച്ചു പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഇത്രയും ശകുന്തള രാജസന്നിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് അശരീരി കേട്ടത്. ദുഷ്യന്ത, ശകുന്തള പറഞ്ഞതൊക്കെ സത്യമാണ്. ഈ ബാലൻ നിന്റെ പുത്രനാണ്. നീ ഇവനെ ഭരിക്കുക, രക്ഷിക്കുക, പോറ്റുക. ശകുന്തള നിന്റെ പത്നിയാണ്. അവളെ മാനിക്കുക. ഞങ്ങൾ പറഞ്ഞ് നീ ഇവനെ ഭരിക്കുക, കാരണം ഇവൻ ഭരതൻ എന്ന പേരിൽ അറിയപ്പെടുന്നൊക്കെ പറഞ്ഞു അശരീരി വന്നു. നമ്മളെ ദേവകി വസുദേവന്മാരുടെ വിവാഹത്തിൽ അശരീരി വന്നതുപോലെ അശരീരിയായിട്ടാണ് വന്നത്. പക്ഷെ ദുഷ്യന്തൻ എല്ലാവരും ഇത് കേൾക്കാൻ വേണ്ടി കാത്തു നിന്ന പോലെയാണ്. ദുഷ്യന്തൻ മഹാരാജാവ് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ ദേവദൂതന്റെ ഭാഷിതം കേട്ടുവല്ലോ. എനിക്കും അറിയാം ഇവർ എൻ്റെ പുത്രനാണ് എന്ന്. പക്ഷേ ലോകാപവാദം ഭയന്നിട്ടാണ് ഞാൻ അങ്ങനെ അറിയാത്തതായി നടിച്ചത്. ഇത് ഭഗവാൻ എല്ലാവരും തെളിവ് വേണം, നിങ്ങൾക്കും ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ അവരെ സ്വീകരിച്ചു. തൻ്റെ പത്നിയെയും പുത്രനെയും സ്വീകരിച്ചു. എൻ്റെ ഭാര്യയെ സമാധാനിപ്പിച്ചു. നിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. അല്ലെങ്കിൽ നാട്ടുകാർ നിന്നെ ശങ്കിക്കും. ശങ്ക നീക്കി പുത്രന് രാജ്യം നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനാണ് ഈ പരീക്ഷണം. ഓമനെ, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം പൊറുക്കുക. നീ എന്നോട് ചൊടിച്ച് എന്നെ പത്സിച്ചത് ഞാനും ക്ഷമിച്ചിരിക്കുന്നു. ദുഷ്യന്തൻ ശകുന്തളയെയും പുത്രനെയും മാറോടാണ് ആലിംഗനം ചെയ്തു. രാജസഭയിലുണ്ടായിരുന്നവർ എല്ലാവരും സന്തുഷ്ടരായി. പിന്നീട് സർവ്വധമനും ഭരതൻ എന്ന പേര് നൽകി
യുവരാജാഭിഷേകം ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.